ഹലോ ഗൈസ്, അപ്പം ഞാൻ പപ്പയും കൊണ്ട് നേരെ വണ്ടി കാളമുക്കിലേക്ക് കണ്ടുവിടുന്നത് വൈപ്പിൻ കാളമുക്കിലേക്കാണ്. എന്തിനാണെന്നായിരിക്കുമല്ലോ, അവിടെ നല്ല പെടപ്പെടക്കണ ചാകരയാണ് മീനുകളുടെ കേട്ടോ. അതിന് വേണ്ടി തന്നെ പോവാണ് കേട്ടോ. നല്ല ആദായ വിലക്ക് നമുക്ക് ഇവിടെ കിട്ടും. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നതിന് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് രീതിയിൽ റേറ്റ് വ്യത്യാസമുണ്ട്. അതുപോലെ ഇപ്പം തന്നെ ഫ്രഷ്നെസ്സും നോക്കുകയാണെങ്കിൽ ബെറ്റർ ചോയ്സ് നമ്മൾ നേരിട്ട് ഈ വൈപ്പിനിലെ കാളമുക്കിലൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ 2000 മീനൊക്കെ വാങ്ങിച്ച് വെച്ച് സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ അവിടെ ഇരുന്നോളും. നല്ല ഫ്രഷ് മീൻ കൂട്ടി ഉണ്ണുകയും ചെയ്യാം. എപ്പോഴും നമ്മൾ ഫ്രഷ് മീൻ കഴിക്കുമ്പോഴുള്ള വ്യത്യാസം നമുക്കത് മനസ്സിലാവും, കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം നല്ല ഫ്രഷ് മീൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി തന്നെ പോയതാണ്. റേറ്റിലും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനിങ് ആണെങ്കിലും അവർ തന്നെ ചെയ്ത് തരും. നമ്മൾ പറയുന്ന രീതിയിൽ കട്ട് ചെയ്ത് തരും. ഇപ്പോൾ ഫ്രൈക്കാണെങ്കിലും കറിക്കാണെങ്കിലും ഫിഷ് മോളിക്കാണെങ്കിലും അച്ചാറിനാണെങ്കിലും എന്ത് വേണം ഏത് വേണം. ചാളയിലെ മാത്രമല്ല വിവിധ തരത്തിലുള്ള മീനുകൾ, നമ്മൾ അറിയാത്തതും കഴിക്കാത്തതുമായിട്ടുള്ള വിചിത്രമായ പേരുകളുള്ള മീനുകളൊക്കെ വരെ അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ഞാനിങ്ങനെ കാഴ്ച കാണാൻ പോകണ പോലെ ഇങ്ങനെ കണ്ടിട്ട് അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ പോവാറുണ്ട്, വാങ്ങാറുണ്ട്. അപ്പോൾ ബെറ്റർ ചോയ്സാണ് അവിടെ പോയി തന്നെ വാങ്ങാൻ പറ്റുവാണെങ്കിൽ. അങ്ങനെ വെച്ചിരിക്കുന്നില്ല, നെമ്മീൻ കുട്ടി ചോറും കഴിച്ച പത്രമുള്ള